എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും LP-UP പരീക്ഷയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം നിങ്ങൾക്കിനി വേണ്ടത് റിവിഷനാണ്. അപ്പം ഈ പരീക്ഷയുടെ മോഡൽ നമുക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിശീലിച്ചതിലൂടെ നമുക്ക് കാര്യം അറിയാം. ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ 10 മാർക്കിനാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. അതിൽ 3 മാർക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ, 5 മാർക്ക് വൊക്കാബുലറി പ്ലസ് ഗ്രാമർ, പിന്നെ ഒരു 3 മാർക്ക് വരുന്നത് അല്ലെങ്കിൽ 2 മാർക്ക് വരുന്നത് പെഡഗോജി ആയിരിക്കും. മാർക്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം, എങ്കിലും ഇങ്ങനെ ചോദിക്കൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കൊരു 10 മാർക്കിൻ്റെ ചോദ്യം മാത്രം ഉൾപ്പെടുത്തി പോയാൽ നമുക്ക് അത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി പോകും. പകരം ഈ വരാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി, പെഡഗോജി, റീഡിംഗ് കോമ്പിനേഷൻ, വരാൻ സാധ്യതയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും. ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഗുണം ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കിട്ടണം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ കുറച്ച് കൂടുതലായിരിക്കും, എങ്കിലും മോഡൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. അതുകൊണ്ട് ഈ ക്ലാസ് അവസാനം വരെ കാണുക. ഈ ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം ഒരു കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ നിന്നും ലീവ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് അറിയാം. റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റീഡിംഗ് ഈസ് എ ഫണ്ടമെൻ്റൽ സ്കിൽ ദാറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ലൈഫ്സ്. ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. വായിച്ച് നോക്കുക, അതിനുശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. റീഡിംഗ് ഈസ് എ ഫണ്ടമെൻ്റൽ സ്കിൽ ദാറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ലീവ്സ്. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ സ്കില്ലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വൈറ്റൽ റോൾ കൈകാര്യം ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡെസിഫറിംഗ് വേർഡ്സ് ഓൺ എ പേജ് ബട്ട് അബൌട്ട് ദ ഡോർസ് ഇറ്റ് ഓപ്പൺസ്. ഒരിക്കലും ഒരു വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന വാക്കുകൾ വായിച്ചു പോകുന്നതിനപ്പുറത്ത് ഒരു വലിയ ജാലകം അല്ലെങ്കിൽ ഒരു ഡോർ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു. ദ നോളജ് ഇറ്റ് ഇമ്പാർട്സ്, അത് നമുക്ക് കൈകാര്യം ചെയ്തു തരുന്ന, നമുക്ക് തരുന്ന നോളജ്. ആൻഡ് ദ വേൾഡ്സ് ഇറ്റ് അലൗസ് അസ് ടു എക്സ്പ്ലോർ, നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലോകം. റീഡിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ ഫോർ ലേണിംഗ്. റീഡിംഗ് തീർച്ചയായിട്ടും ലേണിങ്ങിൻ്റെ ഒരു എസെൻഷ്യൽ ടൂളാണ്. എക്സ്പാൻഡിങ് അവർ ഹൊറൈസൺസ്, നമ്മുടെ അറിവിൻ്റെ ഹൊറൈസൺസിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ഫോസ്റ്ററിങ് ഇമാജിനേഷൻ, നമ്മുടെ ഇമാജിനേഷനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇമാജിനേഷൻ കൂടെ, ഭാവന കൂടാൻ വായന സഹായിക്കുന്നു. ടുഡേ എ റീഡർ, ടുമോറോ എ ലീഡർ എന്നാണ് പറയുന്നത്. വെൻ വി റീഡ്, നമ്മൾ വായിക്കുമ്പോൾ വി അക്വയർ നോളജ്, നമുക്ക് കിട്ടുന്നത് അറിവാണ്. വെദർ ഇറ്റ് ഈസ് റീഡിങ് ടെക്സ്റ്റ് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ് ഓർ ഓൺലൈൻ ആർട്ടിക്കിൾസ്, അത് ടെക്സ്റ്റ് ബുക്സ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, വി ഗെയിൻ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. നമുക്ക് കിട്ടുന്നത് ഇൻഫർമേഷനാണ്. അത് ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിനെ വലുതാക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുക്സ് ഇൻ പർട്ടിക്കുലർ ആർ എ ട്രഷർ ട്രോഫ് ഓഫ് നോളജ്. പുസ്തകങ്ങൾ തീർച്ചയായിട്ടും അറിവിൻ്റെ ഭണ്ഡാകാരമാണ് എന്ന് പറയുന്നു. ദേ കണ്ടെയ്ൻ ദ വിസ്ഡം ഓഫ് ജനറേഷൻസ്, അത് ജനറേഷൻസിൻ്റെ വിസ്ഡമാണ്, തലമുറകളുടെ അറിവാണ്. ദ ഡിസ്കവറീസ് ഓഫ് ഗ്രേറ്റ് മൈൻഡ്സ്, ഒരുപാട് മനസ്സുകളുടെ കണ്ടെത്തലുകളാണ്. ആൻഡ് ദ സ്റ്റോറീസ് ഓഫ് ഡൈവേഴ്സ് കൾച്ചർ, വിവിധതരം സംസ്കാരങ്ങളുടെ കഥകളാണ്. റീഡിംഗ് ബുക്സ് ക്യാൻ എഡ്യൂക്കേറ്റ് us ഓൺ ഹിസ്റ്ററി. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചരിത്രം പഠിക്കാൻ കഴിയുന്നു, സയൻസ് പഠിക്കാൻ കഴിയുന്നു, ലിറ്ററേച്ചർ പഠിക്കാൻ കഴിയുന്നു, ആൻഡ് കൗണ്ട്ലെസ് അതർ സബ്ജക്ട്സ്. ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കുന്നത് വായനയിലൂടെയാണ്. വായിച്ചാണ് എല്ലാം പഠിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ഹാവിങ് എ മെൻറ്റർ ഗൈഡിങ് us ത്രൂ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ നയിക്കുന്ന ഒരു മെൻറ്ററായിട്ട് നമുക്ക് ഓരോ ബുക്കിനെയും വായനയും കാണാൻ സാധിക്കും. റീഡിങ് ആൾസോ ബ്രോഡൻസ് അവർ ഹൊറൈസൺസ്. റീഡിങ് നമ്മളുടെ ഹൊറൈസൺസ് വ്യാപിപ്പിക്കുന്നു. ഇറ്റ് എക്സ്പോസസ് us ടു ഡിഫറൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. നമ്മളുടെ ഡിഫറൻറ്റ് വ്യൂ പോയിൻറ്റ്സിനെ എക്സ്പോസ് ചെയ്യുന്നു. പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ കാഴ്ചപ്പാടിനെ എക്സ്പോസ് ചെയ്യുന്നു. ആൻഡ് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളെ എക്സ്പോസ് ചെയ്യുന്നു എന്നിവിടെ പറഞ്ഞു നിർത്തുന്നു. When we read about characters from various backgrounds or explore far-off lands through the pages of a novel, we step into their shoes and see the world from different angle. നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയിലൂടെ, ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തിൽ എത്തിച്ചേരുന്നു. ദിസ് ബ്രോഡനിങ് ഓഫ് പെർസ്പെക്റ്റീവ് ഫോസ്റ്റേഴ്സ് എമ്പതി.
അതുകൊണ്ട് തന്നെ നമ്മളിലൊരു നിസ്സംഗത, എമ്പതി എന്ന് പറഞ്ഞാൽ നിസ്സംഗത ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ലൈഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. മേക്കിംഗ് എസ് മോർ ടോളറൻറ്റ്, നമ്മൾ ഒരുപാട് സഹിക്കാൻ പഠിക്കുന്നു. ആൻഡ് ഓപ്പൺ മൈൻഡഡ് ഇൻഡിവിജ്വൽസ്, നമ്മൾ നാരോ മൈൻഡഡ്നെസ് മാറ്റി ഒരു ഓപ്പൺ മൈൻഡഡ് ലോകത്തേക്ക് വരുന്നു. എല്ലാത്തിനെയും വിശാലമായി കാണാനുള്ളൊരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാക്കുന്നത് വായനയാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. ഫർദർമോർ, കൂടാതെ റീഡിംഗ് ഫ്യൂവൽസ് അവർ ഇമാജിനേഷൻ, നമ്മുടെ ഭാവനയെ ഉണർത്തുന്നതാണ് വായന. Whether it is a fantasy novel, a science fiction story, or a compelling mystery, books transport us the other worlds that challenge us to envision. ഏത് തരത്തിലുള്ള ആയിക്കോട്ടെ, നോവലായിക്കോട്ടെ, ഫാൻറ്റസി ആയിക്കോട്ടെ, ഡിറ്റക്റ്റീവ് നോവലായിക്കോട്ടെ, മിസ്റ്റീരിയസ് നോവലായിക്കോട്ടെ, സയൻസ് ഫിക്ഷൻ ആയിക്കോട്ടെ, അത് നമ്മളെ എത്തിക്കുന്നത് ഒരു പുതിയ ലോകത്താണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. ദ അൺഇമാജിനബിൾ വേൾഡ്, അവർ മൈൻഡ്സ് ബിക്കം ദ ക്യാൻവാസ്, അവിടെ നമ്മുടെ മനസ്സാണ് ക്യാൻവാസ് ആയിട്ട് മാറുന്നത്. ആൻഡ് വേർഡ്സ് പെയിൻറ്റ് ദ പിക്ചേഴ്സ്, അവിടെ വാക്കുകളാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മാജിക്കൽ എക്സ്പീരിയൻസ് ദാറ്റ് ഇഗ്നൈറ്റ്സ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. ഒരേ സമയം ക്രിയേറ്റിവിറ്റി, ഇൻസ്പിറേഷൻ, പ്രചോദനം, ഇത് രണ്ടും ഉണർത്തുന്നത് ഇതാണ്. മോറോവർ, റീഡിംഗ് ഈസ് എ സ്കിൽ ദാറ്റ് ട്രാൻസെൻഡ്സ് അക്കാഡമിക് ബൗണ്ടറീസ്. നമ്മുടെ അക്കാഡമിക് ബൗണ്ടറീസിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത് റീഡിംഗ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്കോറിംഗ് വെൽ ഓൺ ടെസ്റ്റ്. ഒരുപാട് പിന്നെന്താണ് ഈ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് പരീക്ഷകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ വായിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ ചെയ്യേണ്ടത്, വായന കൊണ്ട് ഉണ്ടാവേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ഒരു ചിന്താഗതി ഉണ്ടാവണം. അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാനും വായന സഹായിക്കുന്നു. എ പേഴ്സൺ ഹു റീഡ്സ് റെഗുലർലി ഈസ് ലൈക്ലി ടു ഹാവ് എ ബ്രോഡർ വൊക്കാബുലറി, ബെറ്റർ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ആൻ ഇംപ്രൂവ്ഡ് എബിലിറ്റി ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. നിരന്തരം വായിക്കുന്ന ഒരാളുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യും. അതുപോലെ തന്നെ അയാളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ തോട്ട്സും ഐഡിയാസും എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞ് നിർത്തുന്നത്. നമുക്കറിയാം, ഇൻ അവർ മോഡേൺ ഡിജിറ്റൽ ഏജ് റീഡിംഗ് ഹാസ് ടേക്കൺ ഓൺ ന്യൂ ഫോംസ്. ഇന്നത്തെ ലോകത്ത്, പുതിയ ലോകത്ത് നമ്മുടെ ബുക്കല്ല, മറിച്ച് ഇ ബുക്സ് ആണ്. ഇ ബുക്സ് ആൻഡ് ഓഡിയോ ബുക്സ് ഹാവ് മേഡ് ഇറ്റ് മോർ ആക്സസിബിൾ ആൻഡ് കൺവീനിയൻറ്റ്. With just a few clicks or taps, we can access a vast library of literature. However, there is something timeless and intimate about holding a physical book, flipping its pages and smelling the scent of paper and ink. ഇനി എന്തൊക്കെ ഈ ലേണിംഗ് വന്നാലും, ഈ ബുക്സ് വന്നാലും, നമ്മൾ പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു അത് വേറെയാണ് എന്ന് പറയുക. ദർ ഈസ് സംതിങ് ടൈംലെസ് ആൻഡ് ഇൻറ്റിമേറ്റ്. അത് ടൈംലെസ് ആണ്. പുസ്തകം വായിക്കുമ്പോൾ അത് ടൈംലെസ് ആണ്, എന്നും നമ്മളോടൊപ്പം ഉണ്ട്. അബൌട്ട് ഹോൾഡിങ് എ ഫിസിക്കൽ ബുക്ക്, ഫ്ലാപ്പിംഗ് ഇറ്റ്സ് പേജസ് ആൻഡ് സ്മെല്ലിംഗ് ദ സെൻറ്റ് ഓഫ് ദ ബുക്സ്. നമ്മൾ അതൊന്ന് മണപ്പിച്ച് നോക്കാറുണ്ട്. ഒരു പുതിയ പുസ്തകം കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പുസ്തകം തന്നെ വായിച്ചിരിക്കണം എന്ന് പറയാം. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്, ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കാരണം ഈ ലേണിംഗ് ഉണ്ട്, ഈ റീഡിംഗ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ബെറ്ററാണ്. അതിനകത്ത് അതിൻ്റെ ആ പഴമ ഇപ്പോഴും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഈ പാസേജിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാസേജ് റീഡിങ്ങിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പാസേജ് വായിക്കാത്തവർക്കും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട്. ഞാനൊന്ന് വായിക്കാം. വാട്ട് ആർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് റീഡിംഗ് മെൻഷൻഡ് ഇൻ ദ പാസേജ്? ഈ പാസേജിൽ പറയുന്ന റീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അക്വയറിംഗ് നോളജ്, അറിവ് നേടുക. ഫിസിക്കൽ എക്സസൈസ്, ഡെവലപ്പിംഗ് കുക്കിംഗ് സ്കിൽസ്, എൻഹാൻസിങ് വീഡിയോ ഗെയിം പ്രൊഫഷൻസി. ഇത് മൂന്നും അല്ല എന്ന് നമുക്കറിയാം. പിന്നെ ഏതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്? അക്വയറിംഗ് നോളജ് ആണ്. വേറെ എല്ലാം തെറ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാസേജ് വായിക്കാത്തവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഹൗ ഡസ് റീഡിംഗ് ബ്രോഡൻ അവർ ഹൊറൈസൺസ് ആൻഡ് ഫോസ്റ്റർ എമ്പതി? എങ്ങനെയാണ് നമ്മളുടെ അറിവിൻ്റെ ഹൊറൈസൺസിനെ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യുന്നത്? ആൻഡ് അവർ എമ്പതി, നമ്മുടെ നിസ്സംഗതയെ, നമ്മുടെ എമ്പതിയെ എങ്ങനെയാണ് അത് വ്യാപ്തി കൂട്ടുന്നത്? ബൈ എൻകറേജിങ് ഐസൊലേഷൻ, ഏകാന്തതയെ പ്രോത്സാഹിപ്പിക്കുന്നു. ബൈ എക്സ്പോസിങ് എസ് ടു ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ്, പലതരത്തിലുള്ള ഒരു കാര്യത്തോട് തന്നെ പലതരത്തിലുള്ള വ്യൂ പോയിൻറ്റ്സ് നമുക്ക് വരുന്നു. ബൈ പ്രൊമോട്ടിങ് നാരോ മൈൻഡഡ്നെസ് പ്രൊമോട്ട് ചെയ്യുന്നു. നാരോ മൈൻഡഡ്നെസ് തെറ്റാ, ബ്രോഡ് മൈൻഡഡ് ആണ്. ബൈ മേക്കിംഗ് എസ് ലെസ് ടോളറൻറ്റ്, സഹിക്കാൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും ബൈ മേക്കിംഗ് എസ് ലെസ്, നമ്മളെ സഹിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇതൊന്നുമല്ല, ഇതെല്ലാം ഓപ്പോസിറ്റാണ്. ഇത് തെറ്റാണ്. എൻകറേജിങ് ഐസൊലേഷൻ തെറ്റാണ്. പ്രൊമോട്ടിങ് നാരോ മൈൻഡഡ്നെസ് തെറ്റാണ്. ബ്രോഡ് മൈൻഡഡ്നെസ് ആണ്. ലെസ് ടോളറൻ്റ് അല്ല, ടോളറൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ബൈ എക്സ്പോസിങ് അസ് ടു ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. വാട്ട് റോൾ ഡസ് റീഡിംഗ് പ്ലേ ഇൻ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലും എന്ത് റോളാണ് നമ്മളുടെ റീഡിംഗ് കൈകാര്യം ചെയ്യുന്നത്?
ഇറ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് ഓർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒരിക്കലും ക്രിട്ടിക്കൽ തിങ്കിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. റീഡിങ് തെറ്റ്. ഇറ്റ് ബ്രോഡൻസ് ഹൊറൈസൺസ് ബട്ട് ഡസ് നോട്ട് ഇമ്പാക്ട് സ്കിൽസ്. അത് നമ്മുടെ അറിവിൻ്റെ വാതായനങ്ങൾ വലുതാക്കുന്നു, പക്ഷെ ഒരിക്കലും സ്കിൽസിനെ ഇമ്പാക്ട് ചെയ്യുന്നില്ല. തെറ്റ്. ഇറ്റ് എക്സ്പാൻഡ്സ് വൊക്കാബുലറി, ഇംപ്രൂവ് റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ്. അത് വരാൻ സാധ്യതയുണ്ട്. എല്ലാ ഗുണങ്ങളും പറയുന്നുണ്ട്. ഇറ്റ് ഓൺലി ഹെൽപ്സ് വിത്ത് ഇമാജിനേഷൻ ബട്ട് നോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇമാജിനേഷനും ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഉണ്ട്. അവർ പറയുന്നത് നോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ അതുമല്ല. ദ റൈറ്റ് ആൻസർ ഈസ് it expands vocabulary, improves writing skills and enhances communication abilities. That is the right answer. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. What are the advantages of reading physical books compared to digital formats? ഫിസിക്കൽ ബുക്ക് വായിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഡിജിറ്റൽ ഫോമാറ്റ്സ് വായിക്കുന്നതിനേക്കാളും ഫിസിക്കൽ ബുക്ക് വായിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഫിസിക്കൽ ബുക്സ് ആർ മോർ എക്സ്പെൻസീവ്. ഫിസിക്കൽ ബുക്സ് മോർ എക്സ്പെൻസീവ് ആണ്, ശരിയാണ്. ഡിജിറ്റൽ ഫോമാറ്റ്സ് ആർ മോർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. ഡിജിറ്റൽ ഫോർമാറ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. ഫിസിക്കൽ ബുക്സ് ഓഫർ എ ടൈംലെസ് ആൻഡ് ഇൻറ്റിമേറ്റ് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ബുക്കുകളാണോ ഈ ബുക്കാണോ നല്ലത്, അതായത് നമ്മുടെ ബുക്കുകളാണ് നല്ലത് എന്നുള്ളതിൻ്റെ പോയിൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഫോംസ് ആർ ഈസിയർ ടു ആക്സസ്. ഡിജിറ്റൽ ഫോംസ് ഈസിയർ ആണ്. ഇത് ഡിജിറ്റൽ ഫോമിൻ്റെ ഗുണമാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫിസിക്കൽ ബുക്കിൻ്റെ അഡ്വാൻറ്റേജ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. അതിൻ്റെ അഡ്വാൻറ്റേജ് ടൈംലെസ് പ്ലഷർ, ഇൻറ്റിമേറ്റ് എക്സ്പീരിയൻസ് നൽകുന്നു. അതാണ് അവസാന ഭാഗത്ത് പറയുന്നത്. ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്കും മനസ്സിലായി കാണാം. ഹൗ ഡസ് റീഡിങ് എൻറിച്ച് അവർ ലൈഫ്സ് ആൻഡ് ഷേപ്സ് അസ് ആസ് ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ് ടു ദ പാസേജ്? ഹൗ ഡസ് റീഡിങ് എൻറിച്ച് അവർ ലൈവ്സ്? നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് വായന വലുതാക്കുന്നത്? ആൻഡ് ഷേപ്സ് അസ് ഇൻഡിവിജ്വൽസ്, നമ്മളെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് അക്കോർഡിംഗ് ടു ദ പാസേജിൻ്റെ അഭിപ്രായത്തിൽ. റീഡിങ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിൽ റീഡിങ്ങിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. റീഡിങ് മേക്സ് എസ് ലെസ് ഇൻഫോംഡ് ആൻഡ് ലെസ് ക്രിയേറ്റീവ്. ആ റീഡിങ് ലെസ് ഇൻഫർമേഷൻ ആണ്, ലെസ് ക്രിയേറ്റീവ് ആണ്. റീഡിങ് എംപവേഴ്സ് us with knowledge, broadens our perspectives and equips us with essential skills, making us more informed, empathetic and creative individuals. എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. സോ ദിസ് വൺ ഈസ് റൈറ്റ് ആൻസർ. റീഡിങ് ഓൺലി ഫോസ്റ്റേഴ്സ് ക്രിയേറ്റിവിറ്റി ബട്ട് നോട്ട് എമ്പതി. തെറ്റാണ്. എമ്പതി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. റീഡിങ്ങിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്തിരിക്കുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം ഗ്രാമർ വളരെ കുറച്ച് സിലബസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടെൻസ് ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, പ്രീ ഡിറ്റർമിനേഷൻ ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ്, കോൺവേർഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഫോളോ ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇട്ടത് ഞാനാണ്. നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ പാർട്സ് ഓഫ് സെൻറ്റൻസ് വിച്ച് ഈസ് ഇൻകറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റ് ഏതാണ്? തെറ്റ് തിരുത്താൻ ചോദിച്ചാൽ അത് ഏത് ഗ്രാമർ പാർട്ട് വേണമെങ്കിലും ആവാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. സബ്ജക്റ്റും വെർബും തമ്മിൽ തെറ്റാണ്. എഗ്രിമെൻറ്റ് കറക്റ്റ് അല്ല. വൺ ഓഫ് ദ ബോയ്സ് ഇൻ അവർ ക്ലാസ് ഹാവ് വൺ ദ പ്രൈസ്. നോ എറർ. എന്താണ് റൂള്? വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറലും വൺ ഓഫിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലറും ആയിരിക്കും. അതായത് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ്, വൺ ഓഫ് ദ ബോയ്സ് ഹാസ്, വൺ ഓഫ് ദ ഗേൾസ് വാസ്. എസ് ഉള്ള വെർബ് വരണം. വൺ ഓഫ് ദ ബോയ്സ് ശരിയാ, ഇൻ അവർ ക്ലാസ് ശരിയാ, ഹാവ് തെറ്റാണ്. ആൻസർ ഹാസ്. സോ ദ ആൻസർ ഈസ് സി. തെറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ആണ് നമ്മൾ റിവിഷൻ ചെയ്തത്. ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് നൗ ഡേയ്സ്. ഹി ഹാസ് എ ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസെൻ്റ്ലി. നല്ലൊരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് നൗ ഡേയ്സ്. ഡേവിഡ് ഒരുപാട് ആഹാരം ഈ ദിവസങ്ങളിൽ കഴിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ ഒരുപാട്, ഹി ഹാസ് എ ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസെൻ്റ്ലി, അവൻ ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. ചെലവഴിക്കുക എന്ന അർത്ഥം വരുന്നത് ഇത് സേവ് ചെയ്യുന്ന, പുട്ടസൈഡ് ആണ് എല്ലാവരും എഴുതി വെക്കുന്നത്. പുട്ടസൈഡ്. സത്യം പറഞ്ഞാൽ പുട്ടസൈഡ് എന്ന് പറഞ്ഞാൽ സേവ്, സമ്പാദിക്കുക എന്ന്. ഇവിടെ ചെലവഴിക്കുന്നു, ഫുഡിന് വേണ്ടി കുറേ പൈസ ചെലവഴിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന പുട്ടോൺ എന്ന് പറഞ്ഞാൽ, പുട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വച്ചേക്കുന്ന വേർന്നാണ്. എന്നാൽ പുട്ടോൺ എന്ന് പറയുന്ന വാക്കിന് ചിലവഴിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. പഠിച്ചു വെക്കുക. ഇത് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നോക്കി കാണത്തില്ല. ചിലവഴിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. സോ ആൻസർ പുട്ടോൺ. പുട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ബിൽഡ് ഓർ സ്റ്റേ. പുട്ടപ്പ്, ബിൽഡ് ഓർ സ്റ്റേ. പുട്ടിൻ എന്ന് പറയുന്ന ഫ്രേസൽ ഓർബിൻ്റെ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതിൻ്റെ അർത്ഥം. പുട്ടപ്പ്, ബിൽഡ് ഓർ സ്റ്റേ. പുട്ടോൺ വെയർ ഓർ ചെലവഴിക്കുക, സ്പെൻഡ് സം മണി. പുട്ടസൈഡ് സേവ്, റിസർവ്ഡ് എന്നൊക്കെ പറയും, മാറ്റിവെക്കുക, സമ്പാദിക്കുക എന്നൊക്കെ പറയും. എട്ടാമത്തെ ചോദ്യം. ആൻസർ പുട്ടോൺ. ഫ്രേസൽ വെർബ്. സിലബസിൽ കൊടുത്തിരിക്കുന്ന ഗ്രാമറിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഒരേ ഒരു വൊക്കാബുളാണ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് ഇല്ലാതെ LPUP ഒരു ചോദ്യം കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ഫ്രേസൽ വെർബ് 300 എണ്ണം പഠിച്ചിരിക്കണം. പുട്ടോൺ നേരത്തെ ചോദിച്ച ബേൺ ഔട്ട്, എക്സോഷൻ, ഗെറ്റ് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് നേരത്തെ ചോദിച്ചതാ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരാം.
പുട്ട് അസൈഡ് സേവ് മണി, പുട്ട് ഇൻ ടു മേക്ക് എ റിക്വസ്റ്റ് ഓർ ഓഫർ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ടു മേക്ക് എ റിക്വസ്റ്റ് ഓർ ഓഫർ, അതിനെയാണ് പുട്ടിൻ എന്ന് പറയുന്നത്. ഒരു റിക്വസ്റ്റോ ഓഫറോ മേക്ക് ചെയ്യുക, അതിനെയാണ് പുട്ടിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ടപ്പ് ബിൽഡ് ഓർ സ്റ്റേ. അന്റോണിം ഓഫ് യുധാനാസിയ. യുധാനാസിയ എന്ന് പറഞ്ഞാൽ എന്ത്? യുധാനാസിയ എന്ന് പറഞ്ഞാൽ ദയാവധം, മെഴ്സി കില്ലിങ്, അതിനെയാണ് യുധാനാസിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡൈസ്ഥാനാസിയ. ഇതാണ് ഡൈസ്ഥാനാസിയ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻഫുൾ ഡെത്ത്. ദയാവധം എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ഡെത്താണ്, പെയിൻലെസ് ഡെത്താണ്. ഇത് ക്രൂരമരണം, കൊടൂര മരണം, വേദന അനുഭവിച്ചുള്ള മരണം. സോ ഫുദാനാസിയ അല്ല, ആൻറ്റനോമാസിയ അല്ല. ആൻറ്റനോമാസിയ എന്താണെന്ന് പറയാം. ഇവിടെ ഹിയാറ്റസ്. ഹിയാറ്റസ് എന്ന് പറഞ്ഞാൽ ഹിയാറ്റസ് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹിയാറ്റസ് എന്ന് പറയുന്ന വാക്ക് അതൊരു മെഡിക്കൽ ടേം ആണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളത് പറയാം. ആൻറ്റനോമാസിയ എന്ന് പറഞ്ഞാൽ ദ യൂസ് ഓഫ് എ പ്രോപ്പർ നെയിം ടു എക്സ്പ്രസ് ആൻ ഐഡിയ. ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ നെയിം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഥയിൽ പറയുന്നത് മൈസർ പിശുക്കൻ എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ട് സ്ക്രൂജ്, അതൊരു കഥാപാത്രത്തിൻ്റെ പേരായിട്ട് വരുന്നത് സ്ക്രൂജ്. ഈ സ്ക്രൂജ് എന്ന് പറയുന്ന വാക്ക് എന്ത് സൂചിപ്പിക്കുന്നു? മൈസർ എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഫാറ്റായിട്ടുള്ള ആൾക്കാരെ പൊണ്ണത്തടിയൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെയുള്ള പ്രയോഗത്തിനെയാണ് വിളിക്കുന്ന പേര് ഈ ആൻറ്റനോമാസിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ഐ കൗണ്ട് ഡാഷ് യുവർ ഹെൽപ്പ്. പ്രതീക്ഷിക്കാമോ, വിശ്വസിക്കാമോ? കൗണ്ട് ഓൺ. കൗണ്ട് വിത്ത് അല്ല, കൗണ്ട് ഓൺ എന്നാണ്. ക്യാൻ ഐ കൗണ്ട് ഓൺ യുവർ ഹെൽപ്പ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ഐ കൗണ്ട് ഓൺ യുവർ ഹെൽപ്പ്. ലെറ്റ്സ് പ്ലേ ഡാഷ് ചെസ്. ലെറ്റസ് പ്ലേ ചെസ്. നോ ആർട്ടിക്കിൾ ഈസ് നീഡഡ്. ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ ലെറ്റസ് പ്ലേ ചെസ്. അതായത് ഗെയിംസിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ചെസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ. അസുഖങ്ങളുടെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ട്യൂബർകുലോസിസ്, ന്യൂമോണിയ അങ്ങനെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ. ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ, ഹെഡ് ഏക്ക്, ടൂത്ത് ഏക്ക് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ ഉപയോഗിക്കാറുണ്ട്. ബാക്കി ഒരു അസുഖത്തിൻ്റെ മുമ്പിലും ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഗെയിംസിൻ്റെ മുമ്പിൽ ഒരിക്കലും ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. നോ ആർട്ടിക്കിൾ ഈസ് നീഡഡ്. ആർട്ടിക്കിൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ഡിറ്റർമിനറിനകത്ത് ചോദിക്കും. ഐഡൻറ്റിഫൈ ദ ഡിറ്റർമിനർ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അത്യാവശ്യം പഠിച്ചൊരു ടോപ്പിക്കാണ്, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കണം. ഡിറ്റർമിനർ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എ ആൻഡ് ദ ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദിസ്, ദാറ്റ്, ദിസ്, ദോസ് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കാറുണ്ട്. മൈ, ഹിസ്, അവർ, യുവർ, ദെയർ, അവർ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ടൈപ്പ് വാക്കുകളും മിക്കവാറുമുള്ള എല്ലാ മേഖലയിലും എ ഫ്യൂ, ലിറ്റിൽ, സം, മെനി, മച്ച് ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നമ്മൾ ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ഐഡൻറ്റിഫൈ ദ ഡിറ്റർമിനർ എന്നുള്ളൊരു ചോദ്യം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കുക. പ്ലീസ് ഗിവ് മീ സം വാട്ടർ. നൗൺ ഏതാണ്? വാട്ടർ ആണ്. വാട്ടറിന് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയാൽ മതി. സം ആണ് ഡിറ്റർമിനർ. ഡസ് യുവർ കൗ ഗിവ് മച്ച് മിൽക്ക്. ഡസ് യുവർ കൗ ഗിവ് മച്ച് മിൽക്ക്. മിൽക്കാണ് നൗൺ, അതിൻ്റെ മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് മച്ച്. കൗ നൗണാണ്, പക്ഷേ കൗവിൻ്റെ മുമ്പിൽ യുവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യുവറും ഡിറ്റർമിനറാണ്, പക്ഷേ ഓപ്ഷനകത്തില്ല. യുവറും കറക്റ്റ് ആട്ടോ, പക്ഷേ ഓപ്ഷനകത്തില്ല. ഈ ഓപ്ഷനകത്തുള്ളത് മച്ച്. ഐ ഷാൾ മീറ്റ് ഹിം നെക്സ്റ്റ് വീക്ക്. ഒറ്റ നൗണേ ഉള്ളൂ, വീക്ക്. നെക്സ്റ്റ് അതിൻ്റെ മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നൗണിന് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയാൽ മതി. അതാണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ പ്രീ ഡിറ്റർമിനേഴ്സ് ഇൻ ദ ഫോളോയിങ്. ഡിറ്റർമിനർ പഠിക്കുന്നവർ അത്യാവശ്യമായിട്ടും പ്രീ ഡിറ്റർമിനർ പഠിച്ചു. എന്തോ പ്രീ ഡിറ്റർമിനർ? ഡിറ്റർമിനറിൻ്റെ മുമ്പിൽ, നൗണിന് മുമ്പിൽ ഡിറ്റർമിനർ ഉപയോഗിക്കും. അതിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന ഡിറ്റർമിനറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് പ്രീ ഡിറ്റർമിനർ. അതായത് ഡിറ്റർമിനറിൻ്റെ മുമ്പിൽ ഒരു വാക്ക് കാണും, അതിനെ വിളിക്കുന്നവരെ പ്രീ ഡിറ്റർമിനർ. നോക്ക്, ഡു നോട്ട് ബി സച്ച് എ ബേബി. ഡോണ്ട് ബി സച്ച് എ ബേബി. ബേബി നൗണ്, എ ഡിറ്റർമിനർ, അതിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന സച്ച് പ്രീ ഡിറ്റർമിനർ. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇത് എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പാടാണെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേടുകൊണ്ടാണ്. എളുപ്പമാണ്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, എളുപ്പമാണ് പഠിച്ചെടുത്താൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് റാദർ എ ഫാസ്റ്റ് കാർ. നിങ്ങളത് പറഞ്ഞു നോക്കിയേ. യു ഹാവ് റാദർ എ ഫാസ്റ്റ് കാർ. കാറ് നൗണാണ്. ഫാസ്റ്റ് എന്താണ്? ഡിറ്റർമിനറാണ്. അതിൻ്റെ മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലല്ല, തെറ്റിപ്പോയി. ഫാസ്റ്റ് അഡ്ജക്റ്റീവ് ഡിറ്റർമിനർ ആവത്തില്ല. ഫാസ്റ്റ് കാർ എന്നുള്ളത് അത് പഠിച്ചിട്ടണം. ഗേൾ, എ ഗേൾ എന്ന് പറയുമ്പോൾ എ ഡിറ്റർമിനായിട്ട് ഉപയോഗിക്കാം. എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ അല്ല, അഡ്ജക്റ്റീവ് വരില്ല. ബ്യൂട്ടിഫുളിന് മുമ്പിൽ വരുന്ന ഡിറ്റർമിനർ എ, അതിന് മുമ്പിൽ വരുന്ന റാദർ ആയിരിക്കും സംഭവം. അപ്പോൾ അഡ്ജക്റ്റീവ് ഡിറ്റർമിനറായിട്ട് കൂട്ടണ്ട. എ ആണ് ഡിറ്റർമിനർ, റാദർ പ്രീ ഡിറ്റർമിനർ. റാദർ. നെക്സ്റ്റ്, ലിവിങ് ഈസ് എൻജോയിങ്. ജെറണ്ട്, നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരുന്ന അടുത്ത ടോപ്പിൽ ജെറണ്ട്. നൗൺ ING ഫോം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. പറ, ഐഡൻറ്റിഫൈ ജെറണ്ട് ഇൻ ദ സെൻറ്റൻസ്. ലിവിങ് ഈസ് എൻജോയിങ്.
ലിവിങ് ഈസ് എൻജോയിങ് എന്ന് പറയും. ലിവിങ് ഈസ് എൻജോയിങ്. ലിവിങ് ആണോ ING ഫോം നൗണായിട്ട് ഉപയോഗിക്കുക? ലിവിങ്, ജീവിക്കൽ എന്നാൽ ആസ്വദിക്കൽ എന്നാണ്. ലിവിങ് ഈസ് ആണോ എൻജോയിങ് ആണോ? ബോത്ത് ലിവിങ് ആൻഡ് എൻജോയിങ്. ആൻസർ ബോത്ത് ലിവിങ് ആൻഡ്. രണ്ടും ജെറണ്ട. ജീവിക്കൽ എന്നാൽ ആസ്വദിക്കൽ, രണ്ട് പ്രക്രിയയുടെ പേരാണ്. നോയിങ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ രണ്ടും ജെറണ്ട. പഠിച്ചു. നോയിങ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അറിയൽ എന്നാൽ മനസ്സിലാക്കൽ എന്നാണ്. രണ്ടും ജെറണ്ടാണ്. ജെറണ്ട സിലബസിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഡ്യുവൽ ഏരിയാസ് ഓഫ് ലാംഗ്വേജ്? ഇനി നമുക്ക് കുറച്ച് പെഡഗോജി പരിചയപ്പെടാം. പെഡഗോജി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, UP LP ക്ലാസ്സുകളിൽ ലാംഗ്വേജ് ലേണിംഗ് എന്തിനു വേണ്ടിയാണ്? LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ലാംഗ്വേജ് പഠനം, അതിൻ്റെ കുറേ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്, അല്ലെങ്കിലും കുറച്ച് ഒബ്ജക്റ്റീവ് നിങ്ങൾ പഠിക്കണം. നോക്കൂ, വാട്ട് ആർ ദ ഡ്യുവൽ ഏരിയാസ് ഓഫ് ലാംഗ്വേജ്? ലാംഗ്വേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഏരിയ. ലാംഗ്വേജ് ഇസ് മെന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സ്പീച്ച് ആൻഡ് ലിസണിങ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, സ്പീച്ച് ആൻഡ് റീഡിംഗ്, സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഇതെല്ലാം ലാംഗ്വേജിൻ്റെയാണ്. LSRW. പക്ഷേ ഫസ്റ്റ് വൺ സംസാരിക്കുക, കേൾക്കുക. ഇത് രണ്ടുമാണ് ഒരു ലാംഗ്വേജിൻ്റെ. കേട്ടാൽ മനസ്സിലാവണം, തിരിച്ച് പറയാനിടണം. ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ലാംഗ്വേജിൽ മാസ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഷ അറിയാമെന്ന് പറയും. എഴുതുക, വായിക്കുക എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. സോ ആൻസർ ഈസ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ആണ്. സോറി, ഇവിടെ നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ കാര്യം വരുമ്പം സ്പീച്ച് ആൻഡ് റൈറ്റിംഗാണ്. അതായത് ഒരു ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടെന്ന് കാണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സംസാരിക്കാൻ അറിയണം, രണ്ട് എഴുതാൻ അറിയണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വായിക്കാൻ അറിയാമായിരിക്കുമല്ലോ. അതാണ് ഓക്കെ. പക്ഷേ ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടത് ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ്. അവിടെ എഴുത്തും വായനയും പിന്നാണ്. ഇപ്പോൾ എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരും മലയാളം സംസാരിക്കാറുണ്ടല്ലോ, കേട്ടാൽ മനസ്സിലാവുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ആണ്. നെക്സ്റ്റ്, ELF സ്റ്റാൻഡ്സ് ഫോർ. ELF എന്ന് പറയുന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം. ELF അക്രോനിമാണ്. ഇംഗ്ലീഷ് ആസ് എ ഫോർമേറ്റീവ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് എ ഫ്രീ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് എ ഫെയർ ലാംഗ്വേജ്. ആൻസർ ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, EFL. നെക്സ്റ്റ്, കോഡ് മിക്സിംഗ് ഈസ്. കോഡ് മിക്സിംഗ് എന്താണ്? സ്പീക്കിംഗ് ടു ലാംഗ്വേജസ്. രണ്ട് ഭാഷ സംസാരിക്കുന്നതാണോ? അത് ബൈലിംഗ്വൽ ആണ്. രണ്ട് ഭാഷ സംസാരിക്കുന്നതിനെ ബൈലിംഗ്വൽ എന്ന് വിളിക്കും. ബൈലിംഗ്വൽ. ലിസണിങ് ടു ലാംഗ്വേജ്, രണ്ട് ഭാഷ കേട്ടാൽ മനസ്സിലാവും. റൈറ്റിംഗ് ടു ലാംഗ്വേജ്, രണ്ട് ഭാഷ ഒരേ സമയം എഴുതുക. റീഡിംഗ് ടു ലാംഗ്വേജ്, രണ്ട് ഭാഷ ഒരേ സമയം വായിക്കുക. അല്ലെങ്കിൽ പറയും. ഇത് ആൻസർ സ്പീക്കിംഗ് ടു ലാംഗ്വേജസ്, ബൈലിംഗ്വൽ. അതാണ് സ്പീക്കിംഗ് ടു ലാംഗ്വേജ്. അത് കോഡ് മിക്സിംഗ് ആണ്. ഒരേ സമയം രണ്ട് ഭാഷ സംസാരിക്കുക, അതിനെ കോഡ് മിക്സിംഗ് എന്ന് പറയും. നെക്സ്റ്റ്, പ്രൊഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് ടു ലാംഗ്വേജസ് ഈസ് നോൺ ആസ്. രണ്ട് ഭാഷ അറിയാവുന്നവരെ, രണ്ട് ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവരെ വിളിക്കുന്ന പേര്, അതിനെ വിളിക്കുന്നവരെ ബൈലിംഗ്വലിസം. മൾട്ടിലിംഗ്വൽ അതുപോലെ പോളിഗ്ലോട്ട്. രണ്ടിൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്നവരെ വിളിക്കുന്ന പേര് പോളിഗ്ലോട്ട് എന്നാണ്. പോളിഗ്ലോട്ട് ഒറ്റ വാക്കാണ്, പോളിഗ്ലോട്ട്. കോഡ് മിക്സിംഗ് അല്ല. കോഡ് മിക്സിംഗ് ഒരേ സമയം രണ്ട് ഭാഷ ഇടകലത്തിൽ സംസാരിക്കുന്നതിനാണ് കോഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാട്ടോ. കോഡ് മിക്സിംഗ് മുമ്പേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരേ സമയം രണ്ട് ഭാഷകൾ ഇടകലത്തിൽ. ഇപ്പോൾ നമ്മൾ മലയാളം ഇംഗ്ലീഷോടെ സംസാരിക്കാറുണ്ട്. കുറച്ച് മലയാളം പറയും, പിന്നെ എനിക്ക് ഇംഗ്ലീഷ് പറയും. നമ്മൾ മലയാളികൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിനെയാണ് കോഡ് മിക്സിംഗ് എന്ന് പറഞ്ഞത്. എന്നാൽ രണ്ട് ഭാഷ സംസാരിക്കുന്ന അറിയാവുന്നവരെ വിളിക്കുന്ന പേരാണ് ബൈലിംഗ്വൽ എന്ന് പറയും. ബൈലിംഗ്വലിസം. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ലാംഗ്വേജ് ഫോർ ദ സിറ്റുവേഷൻ. കോഡ് സ്വിച്ചിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ് ലാംഗ്വേജ് ഫോർ ദ സിറ്റുവേഷൻ അനുസരിച്ച് ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കോഡ് സ്വിച്ചിങ് എന്ന് പറയും. ഓക്കെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തന്നെ തയ്യാറാക്കിയ LP UPയുടെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ഒരു സീരീസ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റീഡിംഗ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഈ കോഴ്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളത് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചായിരിക്കും അടുത്ത ക്ലാസ് ഞാൻ വരുന്നത്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.